ഹേ ഓൾ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മളത് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ട്രിപ്പ് ലക്ഷദ്വീപ്. അങ്ങനെ ടെർമിനൽ 1 നമ്മളത് എൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ് ഡ്രോപ്പ് ചെയ്തത്, രാജേഷ്. ഞങ്ങൾ നമ്മുടെ കാശ്മീരും നേപ്പാളൊക്കെ പോയ സെയിം ടീം. ഞങ്ങളങ്ങനെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി. ബാഗിൻ്റെ ഫസ്റ്റ് സ്കാനിങ്ങിൽ വിഷ്ണുവിനെ മാത്രം പിടിച്ച് നിർത്തി. അതിൻ്റെ കളിയാക്കലും പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ നീങ്ങുന്നു. അങ്ങനെ കുറച്ച് നേരങ്ങൾക്ക് ശേഷം അവനെത്തി. ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്ത് കയറി ക്യാമറയും ബാഗും പേഴ്സും സാധനങ്ങളൊക്കെ രണ്ടാമതും സക്സസ്ഫുള്ളി ഞങ്ങളതെല്ലാം കഴിഞ്ഞ് നേരെ അടുത്ത ലക്ഷ്യം ലോഞ്ചിൽ കയറി ഒന്ന് ഫുഡ് അടിക്കണം. ഞാൻ ഡൽഹിയിൽ പോയ സമയത്ത് അന്നെൻ്റെ കാർഡ് എലിജിബിൾ അല്ലായിരുന്നു, അതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെയും ഇവിടെ നമ്മൾ നന്നായിട്ട് ലോഞ്ചിൽ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മുടെ ടൈം ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളെ എയർപോർട്ടിനകത്ത് ബസ്സിലേക്ക് കയറ്റി. ഒരു മാക്സിമം ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ നമ്മുടെ നമുക്ക് പോകാനുള്ള കാര്യങ്ങളെ ചോദിച്ചു. നമ്മൾ എയർപോർട്ടിൻ്റെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോയി. ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി. ഫ്ലൈറ്റ് അത്രയ്ക്ക് അടിപൊളി ഫ്ലൈറ്റൊന്നുമല്ല, അത്ര നല്ല മെയിൻറ്റെയിൻ ഒന്നുമല്ല കേട്ടോ. ഒരുമാതിരി ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ ഒരു ഫീലിംഗ് ആയിരുന്നു അതിൽ. ഒരു വൃത്തിയില്ല, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അതൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചേക്കുക. ഒരു ഫ്ലൈറ്റിൻ്റെ ഫീലൊന്നും നമുക്കതിൽ കിട്ടുന്നില്ല. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ആ ബ്ലൂ സീയുടെ മുകളിൽ കൂടി നമ്മൾ ലാൻഡ് ചെയ്തു. എന്തായാലും ഒരു കളറും ആ ഒരു ഫീൽ തന്നെ കേട്ടോ. എന്തായാലും ആരെങ്കിലും ഒന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് തന്നെയാണ് ഈ ലക്ഷദ്വീപ്. ഞാൻ ഇപ്പോൾ പോയതിൽ ഭയങ്കര ഒരു ഫീലിംഗ് കിട്ടി കേട്ടോ. അങ്ങനെ എയർപോർട്ടിൻ്റെ അകത്ത് ചെറിയൊരു എയർപോർട്ടാണ്, ഒരുപാട് വലിപ്പമൊന്നുമില്ല, വളരെ ചെറിയ എയർപോർട്ടും. അതുപോലെ എമിഗ്രേഷനും പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞു. എമിഗ്രേഷനല്ല, നമ്മുടെ പെർമിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ച് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ക്യൂ ആണ്. അത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഒരു മാക്സിമം 20 മിനിറ്റ് വരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ പ്രൊസീജിയറുകളൊന്നുമില്ല. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ നമുക്ക് ബാഗേജും കാര്യങ്ങളെല്ലാം കിട്ടി. നമ്മുടെ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൻ്റെ അതേ എക്സിറ്റ് നമ്മളെ പിക്ക് ചെയ്യാനുള്ള അജുൻ്റെ ട്രാവൽസിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നല്ല ലാസ്റ്റ് ഒരു ഫോട്ടോസൊക്കെ എടുത്ത് ഇറങ്ങുവാണ്. ടിപ്പി സന്തോഷമായില്ലേ? നമ്മളെ മുബാരക് ആകട്ടെ. സന്തോഷമില്ല. ചെറിയൊരു എയർപോർട്ടും അതിൻ്റെ ചെറിയ എൻട്രൻസ് ഒക്കെ ഇതൊക്കെ ഉള്ളൂ. ഇവിടെ നമ്മളിനി കുറച്ച് ദൂരം ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. നമ്മളിവിടെ ചെറിയ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. അങ്ങനെ ലക്ഷദ്വീപിൻ്റെ കാഴ്ചകളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഏകദേശം നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ, പഴയ കേരളം പോലെ തോന്നുന്ന ഒരു ഗ്രീനറി. എന്താ കഴിക്കുന്നത്? നമ്മള് നമ്മളെ മുള്ളാനിനെ പറ്റി, മുള്ളാനി ചൂരക്കറിയാണല്ലേ. അപ്പൊ മുബാരക്ക് നമുക്ക് ഇവിടുത്തെ ഫുഡ് ഇതൊക്കെ ആയിരിക്കും നല്ലതെന്ന് പറഞ്ഞു തരിക. ഫുഡിനെ കുറിച്ചാണല്ലോ മെയിൻ ചിന്ത. എല്ലാവരുടെയും കയ്യിൽ ട്യൂണ ഫിഷും കൊണ്ടാണ് ആൾക്കാർ. ഇവിടുത്തെ ആൾക്കാരുകളെല്ലാം ഡിപ്പെൻഡ് ചെയ്യണത് ഈ ഹോസ്പിറ്റലാണ്, രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ.
സ്റ്റേയുടെ അടുത്ത് ഏകദേശം എത്തി. ഈ പുറകിൽ കാണാം നമ്മുടെ സ്റ്റേ. അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പേജ് വരുന്നത്. ഓക്കെ മോരൻ, ബൈ ബൈ. ചേട്ടൻ്റെ പേരെന്താ? നമുക്ക് കുടിക്കാനുള്ള കരിക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ സ്ഥലം. നമ്മുടെ ലഞ്ച് അങ്ങനെ സ്റ്റാർട്ടാക്കി. ചിക്കൻ കറി, ചോറ്, ഇതെന്ത് കറിയാ? ദാൽ, ഫ്രൈഡ് റൈസ്, യെസ്, ഫിഷ് ഫ്രൈ. ഇത് ഫിഷ് ഫ്രൈ അല്ലേ? ട്യൂണ. അപ്പം ഇനി എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ. വൈകുന്നേരം നമുക്കൊരു 4:30 കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇന്നത്തെ സൈറ്റ് സീയിങ് എല്ലാം പ്ലാൻ ചെയ്തേക്കണം. അഗത്തിയിൽ നമുക്ക് ഒരുപാട് വലിയ സൈറ്റ് സീയിങ് പോയിൻറ്റ്സ് ഒന്നുമില്ല. എല്ലാം മോസ്റ്റ്ലി ബീച്ചസൊക്കെ തന്നെയാണ്. പക്ഷേ അതെല്ലാം അവർ ചെയ്തേക്കണത് പിന്നെ അവിടുത്തെ ഒരു ലൈറ്റിങ്ങും മണ്ണിൻ്റെ ഭംഗിയും വെള്ളത്തിൻ്റെ കളറും എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് വ്യൂ ആണ്. ഒരു എക്സ്പീരിയൻസും അടിപൊളിയാണ്. ഞങ്ങളവിടെ മൊത്തം കറങ്ങാൻ തന്നെ തീരുമാനിച്ചു. കാരണം ആകെ 3 ദിവസമാണ് നമുക്കുള്ളത്. ഇത് ഡേ 1 ആണ് നമ്മൾ ലാൻഡ് ചെയ്തത്. നമ്മളിപ്പോൾ കേട്ടുള്ളതാണ് അവരുടെ ലോക്കൽ ലാംഗ്വേജ് ജിസരി എന്ന് പറയുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത്. അപ്പോൾ അതേ അവിടെ സ്പീഡ് ബോട്ട് സ്റ്റണ്ടിങ് എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അടുത്ത ദിവസമായിരുന്നു ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്കൊരു ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഷിപ്പ് വന്നെടുക്കുന്ന ഒരു പോർട്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് വരെ നമ്മുടെ വണ്ടി പോകുള്ളൂ. അവിടെ നിന്ന് നമ്മൾ നടന്ന് വേണം അങ്ങോട്ട് പോകാൻ. എന്തായാലും നടക്കാനും നല്ല രസം തന്നെയായിരുന്നു. അവിടുത്തെ ഒരു വ്യൂ അടിപൊളിയാണ്. വരേണ്ട സ്ഥലം തന്നെയാണ്. ഇവിടുത്തെ ലൈറ്റിംഗ് ആണെങ്കിലും ക്ലിയറാണ്. നമുക്ക് താഴത്ത് വരെ കാണാം. ഫിഷൊക്കെ പോണത് വരെ എല്ലാം കാണാൻ പറ്റും. നമ്മളിത് ഈസ്റ്റേൺ പോർട്ടിലാണ് പറഞ്ഞത്. ഇവിടുത്തെ ഒരു വ്യൂ ഒന്നും പറയാനില്ല, കിട്ടില്ല. ഇത് 360 വ്യൂ ആയാലും ലൈറ്റ് ആണെങ്കിലും എല്ലാം സൂപ്പറാണ്. നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന വശത്താണ് ഷിപ്പെല്ലാം വരുന്നത്. ഈ ഐലൻഡിലേക്കുള്ള ഷിപ്പെല്ലാം ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത്. ഇവിടെ എമിഗ്രേഷൻ ഓഫീസൊക്കെ ഉണ്ട്. ഫ്ലൈറ്റിന് വരുമ്പോഴേക്കും വേറെ എയർപോർട്ട് വരുന്നത് നമ്മൾ വന്നതാണ്. എന്നാലും ഇവിടുത്തെ കാഴ്ചകളെല്ലാം മനോഹരമാണ്. സിനിമകളിലെല്ലാം കണ്ടതുപോലെ അടിപൊളിയാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളെല്ലാം ഉണ്ടാവും. ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മളൊരു ഏകദേശം ഉച്ച വരെ റൂമിൽ തന്നെയായിരുന്നു. വേറെ പുറത്തേക്കൊന്നും പോയില്ല. റെസ്റ്റൊക്കെ എടുത്തിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. അവിടെ നോക്കിയ ബാക്ക്ഗ്രൗണ്ട് ഇവരുടെ ഇങ്ങോട്ടുള്ള കാർഗോസ് മൊത്തം ഇതിൽ കൂടിയാണ് നടക്കുന്നത്. ഇങ്ങോട്ടുള്ള എല്ലാ ഐലൻഡുകളിലേക്കും ഓരോ സ്ഥലത്തേക്കും ഓരോ 3 ബേ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ടീച്ചറാണ്. ഇദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് ഡീറ്റെയിൽസൊക്കെ കിട്ടിയത്. അപ്പോൾ എന്നാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടത് നമ്മൾ മടങ്ങുവാണ്. പിക ബൈ ബൈ. താങ്ക് യു. ഹായ്.
ഇത് തേങ്ങാച്ചോറല്ലേ? തേങ്ങാച്ചോറും ആ കറിയുടെ പേരെന്താ പറഞ്ഞത്? മുളകണ്ണി. അത് ഇവിടുത്തെ ട്രഡീഷണൽ കറിയാണല്ലേ, നമ്മുടെ ട്യൂണ ഫിഷ്. അങ്ങനെ ഉണ്ടാ കഴിച്ചിട്ട്? പാലൊഴിക്കും. ഓ എങ്ങനെയുണ്ട്? തേങ്ങാച്ചോറൊന്നും ടേസ്റ്റ് ചെയ്തു. അങ്ങനെ ഡേ 1 വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഇവരൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ അതൊക്കെ ഒന്ന് കണ്ടു. ഒരു 9-10 മണി വരെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അവരുടെ ഒലക്കട നൃത്തമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ ബാക്കി വിശേഷങ്ങൾ. ലക്ഷദ്വീപിലെ കൂടുതൽ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും അടുത്ത വീഡിയോയിലുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും രേഖപ്പെടുത്തുക. താങ്ക് യു. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. ലവ് യു ഓൾ.